ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് രാവിലെ എണീറ്റ് ഫോൺ തുറന്നപ്പോൾ തന്നെ നെഞ്ചു കുലുക്കിയൊരു സംഭവം. നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്കയുടെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ അതൊന്ന് റിയാക്ഷൻ ചെയ്യാം എന്ന് കരുതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ടീസറിലേക്ക് കിടക്കാം. ഓക്കെ, തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോലും എനിക്ക് കുറച്ച് തലവേദന ഉണ്ടാക്കി വെക്കും. സാർ എന്താ സാർ ഈ പറയുന്നത്? ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സ് ഞങ്ങളിങ്ങനെ തുടരാം. നിങ്ങൾ എവിടെയാ സാർ? അത് പോപ്കോൺ സാർ. ഞങ്ങള് സെക്കൻഡ് ഷോ. ഗൗതം വാസുദേവ് മേനോൻ എൻ്റെ ഒരു ഫേവറേറ്റ് പേഴ്സൺ ആണ്. ഇയാളുടെ ഡയറക്ഷനെ സൂപ്പറാ. അഭിനയിക്കാൻ വന്നപ്പോൾ അതിൽ സൂപ്പർ. കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പടം കണ്ടു വിളിക്കാം സാർ. ഓക്കെ, ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം. A game between good and bad. So then who are you? Who's the king? Hey buddy, who's the king? Get ready. ഓ മാൻ, രോമാഞ്ചം തോന്നി. നമ്മൾ ഏതൊരു മലയാളിക്കും മമ്മൂക്കയുടെ ഇതേപോലുള്ള ഇൻട്രോ വരുമ്പോൾ രോമാഞ്ചം വരാത്തൊരു ചുരുക്കുക അല്ലേ? For the game, it's tuxedo time. Every time I pull up in a hockey mask, I'm a എന്ത് ഒരു രക്ഷയില്ലല്ലേ? എന്തുവാ ഇത്? മനുഷ്യനെ നമ്മളെ പോലെ ചെറുപ്പക്കാരെ നാണം കിടത്താനായിട്ട്. hater in a body bag. I spit nothing but facts, don't get the polygraph. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ഒരു രക്ഷയില്ല മോനെ, ഒന്നും പറയാനില്ല. കേട്ടിട്ട് തന്നെ കുളിര് വരുന്നു. ഞങ്ങളുടെ ഒരു സ്റ്റൈലും കൂടി ആയപ്പോഴത്തേക്കും രക്ഷയില്ല. അപ്പൊ പണിയാണ്. 8-2-16. ഈ കഥയിൽ നിങ്ങളുടെ റോൾ നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല. ഡീനോ ഡെനീസ്. ഓക്കെ, അപ്പം ഡീനോ ഡെനിസിന്റെ ബസൂക്ക, നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്ക. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ഒരു രക്ഷയില്ല. രോമാഞ്ചൊക്കെ വന്നിട്ട് രാവിലെ തന്നെ. ഡീനോ ഡെനിസ് നമ്മുടെ മലയാളത്തിലെ ഡെബ്യൂട്ടാണ്. അതായത് നമ്മുടെ നവാഗത സംവിധായകനാണ്. എനിക്ക് തോന്നുന്നു മമ്മൂക്ക അല്ലാതെ വേറെ ആരും ഇല്ലെന്ന് തോന്നി ഇത്രയും നവാഗത സംവിധായകരെ കൊണ്ട് സിനിമ ചെയ്യിപ്പിക്കുന്നത്. ഇത്രയും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്നത് വേറൊരാള് ഇന്ത്യൻ സിനിമയിലെ കാണത്തില്ല. ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് മമ്മൂക്കയുടെ അത്രയും ഹൈ ആണ്. അത് വേറെ ഒരാൾക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും റിസ്ക്കും. ഏതൊരു നമ്മളൊരു പുതിയൊരു ഡയറക്ടറെ കൊണ്ടുവരുന്നത് നമുക്കറിയാമോ, നല്ലൊരു റിസ്ക് ഉള്ള പണിയാണ്. അത്രയും കോൺഫിഡൻസിലൂടെ ആളെ കൊണ്ടുവരികയും അവർക്കത് ആ കോൺഫിഡൻസ് അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് എനിക്ക് ഹാറ്റ്സ് ഓഫ് ആണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കാസ്റ്റ് എന്ന് പറയുന്നത് ഗൗതം വാസുദേവ് മേനോൻ, ബാബു ആന്റണി, ഗായത്രി അയ്യർ, നീത പിള്ളെ, ദിവ്യ പിള്ളെ, ഷറഫുദ്ദീൻ ഉണ്ട്, ജഗദീഷ് ഉണ്ട്, സിദ്ധാർത്ഥ് ഉണ്ട്, ഐശ്വര്യ മേനോൻ ഉണ്ട്, ഷമ്മി തിലകനുണ്ട്. ഇഷ്ടം പോലെ നല്ല കാസ്റ്റ് ഉണ്ട്. നല്ലൊരു പടമായിരിക്കും. എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഷമ്മി തിലകനും ജഗദീഷും ഒക്കെ, ഷറഫുദ്ദീനൊക്കെ. അപ്പം നല്ലൊരു കാസ്റ്റാണ് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ പോലെ തന്നെ എൻ്റെ ക്യാമറ സിനിമാറ്റോഗ്രഫി നിമിഷ് രവിയാണ്. നമ്മുടെ റോഷാക് ടീം തന്നെയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ഇതൊക്കെയാണ്, സിനിമാറ്റോഗ്രഫി ഒക്കെ ആണെങ്കിൽ എല്ലാം റോഷാക് ടീമൊക്കെയാണ്. അപ്പം നല്ലൊരു അതേപോലെ തന്നെ ഒരു നല്ലൊരു പടം നമുക്ക് കിട്ടും. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. എൻ്റെ ഫുള്ളൊന്ന് വരാനായിട്ട് ഇത് റിലീസാവാൻ കാത്തിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ. പിന്നെ ഇതിൻ്റെ മ്യൂസിക് നോക്കട്ടെ. മിഥുൻ മുകുന്ദനാണ് ഇതിൻ്റെ മ്യൂസിക്. റോഷാക് ടീം തന്നെയാണ്. അപ്പം അത് നമുക്ക് ആ ഒരു ഇത് വരുന്നുണ്ട്, അതിൻ്റെ സാമ്യം നിങ്ങൾക്ക് വരുന്നുണ്ട്.
അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റൈല് ഒരു രക്ഷയില്ല. എൻ്റെ ഫൈറ്റൊക്കെ എടുത്തേക്കുന്നത് സിമ്പിളായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എഫേർട്ട് അങ്ങേരെ എടുക്കുന്ന എഫേർട്ട് എൻ്റെ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിൻ്റെ ഫുൾ ട്രെയിലറിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ടീസറും റിയാക്ഷനും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത് വരെ.